സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ അമ്പലത്തിൽ മാർച്ച് 3-ാം തീയതിയാണ് അവിടുത്തെ പൊങ്കാല. ഈ പൊങ്കാലയ്ക്ക് ഇപ്പൊ ഒരു ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഡോക്ടർമാർ പറയുന്നത് ഞങ്ങൾ ആരും പൊങ്കാലയ്ക്ക് എത്തുന്ന ആർക്കും ഒരു രീതിയിലുള്ള സേവനവും നൽകില്ല എന്നാണ് പറയുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയായപ്പോഴാണ് പല ഡോക്ടർമാരും പറയുന്നു ഞങ്ങൾ വരാം, ഞങ്ങൾ ധൈര്യമായി ഞങ്ങൾ വരാം, ഞങ്ങൾ രോഗികളായവരെ ചികിത്സിക്കാം, ഞങ്ങൾ സേവനം നൽകാമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് താഴെ ചില ആളുകൾ പറയുന്ന കമന്റുകൾ അല്ലെങ്കിൽ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് എങ്ങനെയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് RSS ചുറ്റിപ്പറ്റി ഏകദേശം 50 കോടിയിലധികം ആളുകളുണ്ട്. ഇവർ RSS ഒന്ന് വിളിച്ചാൽ വരാനുള്ള ഡോക്ടർമാർ 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ ലക്ഷങ്ങളാണ്. അങ്ങനെ ഒരു സംഘടന ഇന്ത്യയിലുള്ളപ്പോൾ, ലോകത്തുള്ളപ്പോൾ ഈ ചീള് ചെക്കന്മാരെ നമ്മൾ എന്തിനാ, ഇങ്ങനെ തന്നെയാണ് പലരും പറയുന്നത്, ഈ ചീള് ചെക്കന്മാരെ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത് എന്നാണ് ചോദ്യം. അത് കൃത്യമായുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഈ പറയത്തില്ലേ, RSSനെ അറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് അതിനെ അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുമില്ല. അത്രയ്ക്ക് ആഴത്തിലുള്ള കടലിൻ്റെ ആഴം നമ്മൾ പരിശോധിച്ചു പോയാൽ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമോ, അല്ല ആകാശത്തിൻ്റെ ദൂരം പരിശോധിച്ച് പോയാൽ കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെ ഉള്ള രീതിയാണ് RSSന്റെ യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ അകത്തേട്ട് കയറി ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം എവിടെയൊക്കെ RSS എന്ന് ചോദിച്ചാൽ തൂണിലും തുരുമ്പിലും RSS ഉണ്ടെന്ന് പറയുന്നത്. കാരണം ആരൊക്കെ RSS ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവർ വിചാരിക്കുന്നത് എന്തോന്നറിയോ, ഈ പലരുടെയും അജ്ഞത. ഇവിടൊക്കെ ഓരോരുത്തരും ഈ സുഡാപ്പികളൊക്കെ കിടന്ന് ഈ പറയത്തില്ലേ ആർജിച്ചാരോടോ കാണിച്ചാരോടോ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവർക്കറിയത്തില്ല RSS എന്താണ്. RSS എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രൊഫസർമാർക്കിടയിൽ RSS ഉണ്ട്, ഡോക്ടർമാർക്കിടയിൽ RSS ഉണ്ട്, എഞ്ചിനീയർമാർക്കിടയിൽ RSS ഉണ്ട്, ചുമട്ടുതൊഴിലാളികൾക്കിടയിൽ RSS ഉണ്ട്, അല്ലെങ്കിൽ ചായടിക്കാരൻ്റെ ഇടയിൽ RSS ഉണ്ടെന്നുള്ളതല്ലോ ലോകത്ത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പൊ ഞാൻ പറഞ്ഞത് 62 രാജ്യത്ത് RSS ഉണ്ട്. ഇവർക്കറിയാവോ? ഈ RSS എന്ന് പറയുന്ന ഈ NGOയ്ക്ക് ഒരു മെമ്പർഷിപ്പ് ഇല്ല, ഒരു രജിസ്ട്രേഷൻ ഇല്ല. അതുകൊണ്ടാ ആർക്കും ഒന്നും മനസ്സിലാവാത്ത, എന്നാൽ എല്ലാം നിയന്ത്രിക്കുന്ന, ഒരുപക്ഷെ ഇപ്പൊ കേൾക്കുമ്പം മൂലം ചൊറിയുന്നവരടുത്ത് വളരെ കൃത്യമായിട്ട് പറയാം, RSS ഇന്ന് ഇന്ത്യ അല്ല നിയന്ത്രിക്കുന്നത്, ലോകത്തെയാണ് നിയന്ത്രിക്കുന്നത്. ലോകത്തെ RSS നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോ പൊളിറ്റിക്സ് പോകുന്ന ഒരു കാലമാണ്. എത്ര പറഞ്ഞാലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇനിയും തിരുവനന്തപുരത്ത് അതവിടെ നിൽക്കട്ടെ, KGMO എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ആരുടെ? ഡോക്ടർമാരുടെ സംഘടന. ഇന്ത്യയല്ല, ഇപ്പൊ കേരളത്തിൽ മറ്റ് പല സംഘടനകളും തോക്കുന്നിടത്ത് KGMOയുടെ സംഘടന സെറ്റപ്പ്. ഒരു ഡോക്ടറെ എന്ത് കാണിച്ചു ഡോക്ടർമാർ നന്മ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എല്ലാവരും ആക്ഷേപിക്കാൻ പറ്റില്ല. പൈസ ഇല്ലാതെ വരുന്നവന് ചികിത്സിച്ചിട്ട് പൈസ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്ന ഡോക്ടർമാരെ എനിക്കറിയാം. അപ്പൊ അവരെ നമുക്ക് അടങ്കിൽ പറയാൻ പറ്റില്ല. ഇവന്മാർക്ക് എന്തു തോന്നിവാസം കാണിച്ചാലും അവർക്കെതിരെ ഒരു നടപടി ഏത് ഗവൺമെന്റ്, പിണറായി അല്ല ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും അതിനപ്പുറം ആരിരുന്നപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. ഉടനെ സമരമാണ്, നിഷ്ഠൂരമായ സമരം. അവർക്ക് കാലില്ലാത്തവൻ കൈയില്ലാത്തവൻ അല്ലെങ്കിൽ ഇപ്പം മരിക്കുന്നവനൊന്നും വന്നാൽ അതിന്റെ മുമ്പിൽ യാതൊരു മനുഷ്യത്വവും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് വന്നു. അപ്പൊ അതാണ് KGM. ആ സംഘടനയാണ് പറഞ്ഞത് ഏറ്റവും വലിപ്പത്തിലുള്ള ലോകത്തിലെ ഗിന്നസ് റെക്കോർഡ് ഏറ്റെടുത്തിട്ടുള്ള സ്ത്രീകളുടെ ശബരിമല അല്ലെങ്കിൽ പൊങ്കാല ഒരു അത്ഭുതമാകുന്നത്. കാരണം ലക്ഷങ്ങളുടെ പൊങ്കാല ഈ പറയുന്ന പോലെ എങ്ങനെയോ നടക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കുന്നു. അവിടെ നമ്മൾ ഗവൺമെന്റ് ഡോക്ടർമാരെ കൊടുക്കാറുണ്ട്, എല്ലാ സേവനവും കൊടുക്കാറുണ്ട്. എത്രയോ ആളുകൾ വരുന്നത്. ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കത്തില്ല. അതിനകത്ത് വേറെ കാര്യമുണ്ട്. അഭിമാനമാകുന്നു എനിക്ക്. ഞാൻ RSS ഒന്നും അല്ല, എനിക്ക് രാജേഷിനെ ഇഷ്ടമല്ല, അല്ലെ താല്പര്യമൊക്കെ കൂടുന്നു. രാജേഷ് പറഞ്ഞു ഞങ്ങൾ പൊങ്കാല നടത്തും. കാരണം കോർപ്പറേഷനകത്ത് പൊങ്കാല നടത്തുന്നതിനകത്ത് പ്രത്യേകം, അല്ലെങ്കിൽ അവരുടെ ഇതിനകത്താണ് പൊങ്കാല നടത്തും. ആ പൊങ്കാലയ്ക്ക് ഒരു KGMOയുടെ ഡോക്ടർമാരും വേണ്ട, RSSന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരെ ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ തൻ്റെ ഇടവാ. അതാണല്ലോ അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. RSSനെ, അതായത് RSS പറഞ്ഞാൽ ആയിരക്കണക്കിന് ഡോക്ടർമാർ വരും RSS സേവനം. നിങ്ങൾക്കറിയാവോ RSSന്റെ ആരും അറിയാത്ത പല അത്ഭുതങ്ങളുണ്ട്. മാതാമൃതാനന്ദമായിട്ട് പിറന്നാൾ നടത്തുന്നതിനകത്ത് സദ്യ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാന്നറിയോ? ലക്ഷങ്ങൾ വന്നാലും ഒരുത്തൻ 100 കൂട്ടമുണ്ടോ സദ്യക്കകത്ത് 100 കൂട്ടവും ആൾക്കാർക്ക് കിട്ടിയിരിക്കും.
മനസ്സിലായിട്ട് പച്ചവെള്ളത്തെ കൊണ്ട് 16 വെള്ളം ഒഴിച്ചല്ല. വെള്ളം ഒഴിച്ച് 100 കൂട്ടം കിട്ടിയിരിക്കും. ഒരു തെള്ളോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അണ്ണാഹസാരുടെ സമരം വന്ന് കോർഡിനേറ്റ് ചെയ്തതും അവിടുത്തെ ഭക്ഷണക്രമം അല്ലെങ്കിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തായിരുന്നു RSS. അത് ഈ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ വേറെ ഒരു സംഘടനയ്ക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവിടെയാണ് ഈ പറയുന്ന പൊങ്കാല ഏറ്റെടുക്കുന്നതിന് വേണ്ടി RSS തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡോക്ടർമാർക്ക് യാതൊരു പഞ്ഞവും, ഡോക്ടർമാർക്കെന്നല്ല ഒന്നിനും ഒരു പഞ്ഞവും ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല. അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ കാര്യങ്ങൾ ആർക്കും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഇത് വേറെ ആർക്കും പറ്റത്തില്ല എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം കേരളത്തിൽ ഈ പറയുന്ന പോലെ ഏറ്റവും നമ്പർ 1 പാർട്ടി CPM ആണ്. രണ്ടാമത് ആളിനെ കൂട്ടാനും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന BJP. അവർക്കുള്ളതുപോലെ സെറ്റപ്പ് ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടിയുടെ സരിത കേസ്, സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സമരം, ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിൽ സമരം ഓപ്പറേറ്റ് ചെയ്തു. 1 ലക്ഷം പേര് സെക്രട്ടേറിയറ്റ് വളയാൻ പോവുകയാണ്. എല്ലാ പ്രദേശത്തു നിന്നും ആളുണ്ടാകും. 1 ലക്ഷം പേരെയാണ് പങ്കെടുപ്പിക്കുന്നത്. 1,60,000 പേര് രജിസ്റ്റർ ചെയ്തു. എനിക്കറിയാം. ഇതുപോലെ സമരം കാണാൻ ഇവിടുന്ന സഖാക്കളെല്ലാം കൂടെ അങ്ങോട്ട് പോയി. തിരുവനന്തപുരത്ത് 1 ലക്ഷം പേര് വന്ന് നിറഞ്ഞു നിന്നാൽ തിരുവനന്തപുരം അറിയാൻ നിങ്ങൾക്കറിയാലോ, പിന്നെ ഒരാൾ പോലും അവിടെ നിൽക്കാൻ. അവിടെ പറ്റിയ കുഴപ്പമൊന്നും ആ സമരം രാജിവെക്കുന്നിടം വരെ സമരം എന്ന് പറഞ്ഞാൽ സമരം ഇടയ്ക്ക് വെച്ച് നിർത്താൻ കാര്യമെന്ന് പറഞ്ഞാൽ ആ സമരം ഓപ്പറേറ്റ് ചെയ്യാൻ പാർട്ടിക്ക് സാധിച്ചില്ല. കാരണം രാവിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. രാവിലെ ഇവരെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദിനചര്യ എന്ന് പറയുന്നത് കക്കൂസി പോകുന്നതാണ്. പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയുന്നാൽ പോലും നമുക്ക് വിചാരിക്കുന്നത് പോലെ നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥ. ഈ സമയത്ത് ഓരോ പ്രദേശത്തെ പ്രാഥമിക കാര്യങ്ങൾക്ക്, അതായത് രാവിലെ കക്കൂസി പോകുന്നതിന് ആൾക്കാരെ പലയിടത്തും കൊണ്ടുവന്ന് ഈ പറയുന്ന നമ്മുടെ കടൽ തീരത്ത് മറ്റടുത്ത് മറിച്ചതൊക്കെ അറേഞ്ച് ചെയ്തു. ആൾക്കാർക്ക് വേണ്ട രീതിയിൽ പോകാൻ പറ്റിയില്ല. ഇവർ വന്നു ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനോ ഭക്ഷണം കറക്റ്റ് സമയത്ത് കൊടുക്കും, ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ല എത്തിക്കുന്നതിനോ സാധിക്കാതെ വന്നപ്പോൾ സമരത്ത് വന്ന 1 ലക്ഷം പേരാ സഖാക്കളെ കാര്യം ശരിയാ, 1 ലക്ഷം പേര് ഈ പറയുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിൽ അല്ലാതെയായി. അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്ക് നിയന്ത്രണിക്കാൻ പറ്റാതെയായി. ഈ സെക്രട്ടേറിയറ്റിനകത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഈ പുറയിൽ കൂടി കണ്ടോൺമെന്റ് ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ്, ആ ഗേറ്റിൽ കൂടി ആരെങ്കിലും കയറിയാൽ വെടിവെക്കും. അത് ഭരണഘടനാപരമോ അല്ലെങ്കിൽ അതിൽ കൂടെ സഖാക്കൾ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പോലും കണ്ണൂരിലെ സഖാക്കളെ ആ ഓരോ ഗേറ്റിൽ വിട്ടിട്ട് അവർ കേൾക്കാതെ അവർ 2 വട്ടം കയറി പോലീസ് വെടിവെക്കാൻ തുടങ്ങി. അന്നത് അങ്ങനെ വന്നപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാതെ ഈ സമരം നേരെ നീണ്ടു നിന്നാൽ സമരത്ത് കൊണ്ട് ഉദ്ദേശിച്ച പ്രയോജനത്തിന് പകരം എതിരാകുന്ന. കാരണം ഒരു ദിവസം ഒരു 4-5 വട്ടം ഒരാൾ മൂത്രം ഒഴിക്കുമല്ലോ, മൊത്തം ഫ്ലാറ്റിന്റെയും അത് വരെ മൂത്രം ഒഴിച്ചു. ഒരു ദിവസം നിർത്തിയായിരുന്ന മലമൂത്രം കൊണ്ട് ഈ പറയുന്ന നഗരസഭ ഇല്ലാതായി. അങ്ങനെ സമരം ഇല്ല. ഞാൻ ഈ പറയാൻ കാര്യം ആ സ്ഥാനത്താണ് RSS ഇതുപോലെ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഏറ്റവും ഉച്ചസ്ഥയിലേക്ക്. അപ്പൊ ആ RSSനെ കൊണ്ട് രാജേഷ് എന്ന് പറയുന്ന BJPയുടെ അവിടുത്തെ കോർപ്പറേഷൻ മേയർ വെല്ലുവിളിച്ച് കാര്യങ്ങൾ എന്തുകൊണ്ട് വെല്ലുവിളിക്കാൻ സാധിക്കുന്നു? RSS ആണ് അദ്ദേഹത്തിന്റെ പിറകിൽ, അദ്ദേഹത്തിന്റെ ബലമാണ് RSS. ആര് നടത്തത്തില്ല എന്ന് പറയുന്ന കാര്യവും എവിടെയും നടത്താൻ, ഇന്ത്യയിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും നടത്താൻ സാധിക്കുന്ന ഒരു വല്ലാത്ത സംഘടനയാണ് RSS. അതിപ്പോ തെളിയിക്കാൻ പോവുകയാണ്. KGMO ഈ പറയുന്നത് പോലെ ഞങ്ങൾ പങ്കെടുക്കത്തില്ല എന്ന തിട്ടൂരമായിട്ട് നിന്നാൽ ഈ 3-ാം തീയതി നടക്കാൻ പോകുന്ന പൊങ്കാല RSSന്റെ നേതൃത്വത്തിലാകും. അത് ഒരു പക്ഷേ കോർപ്പറേഷൻ ഇനി ഒരിക്കലും BJPയുടെ കയ്യിൽ നിന്ന് പോകാൻ പറ്റാത്ത രീതിയിലേക്കും RSSന്റെ ബലം കേരളം ചർച്ച ചെയ്യുന്ന രീതിയിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങും. അപ്പൊ ഈ പൊങ്കാല എന്ന് പറയുന്നത് എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ നടക്കുന്നത്. പക്ഷെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് കേരളത്തിൽ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഒരുപാട് വിശ്വാസികൾ, പെട്ടെന്ന് സ്ത്രീകളടക്കമുള്ള ധാരാളം പേർ വരുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഏതാണ്ട് ഒരു എറണാകുളം മുതൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ട്രെയിനുകൾ, അതുപോലെ ടിക്കറ്റ് പോലും വേണ്ട പല ട്രെയിനിൽ സ്ത്രീകളെയൊക്കെ പോകാൻ പറ്റും. അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ഭക്ഷണം ഫ്രീ ആണ്, വെള്ളം ഫ്രീ ആണ്, ഏത് വീട്ടിലും കയറി മലമൂത്ര വിസർജനത്തിനുള്ള എന്ന് വെച്ചാൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാം, അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ എന്ന് പറയുന്ന പ്രദേശം ഏതാണ്ട് കിഴക്കേക്കോട്ടയത്ത് 2-3 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷെ പൊങ്കാല ഇടുന്നത് ഇങ്ങനെ PMGയില അല്ലെങ്കിൽ കേശവാസപുരത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടും 4-5 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. അപ്പൊ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കരമന മുതൽ ഈ പറയുന്ന കേശവാസപുരവും കടന്ന് മെഡിക്കൽ കോളേജിന്റെ അടുത്തേക്കൊക്കെ വ്യാപിക്കുന്നു. ഇത്രയുമുള്ള സ്ഥലത്ത് ഇത്രയും സ്ത്രീകൾ കൂട്ടമായി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നം, കാരണം പല പ്രായത്തിലുള്ള ആളുകളാണ് വരുന്നത്. അപ്പൊ ആരോഗ്യ പ്രവർത്തകർ വരുന്നില്ല. ഇപ്പൊ ഡോക്ടർമാർ മാത്രമല്ല, ഈ ഡോക്ടർമാർ വെല്ലുവിളിക്കുന്നത് ആരോഗ്യ മേഖലയിൽ യാതൊരു
സേവനവും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആറ്റുകാൽ പൊങ്കാലയുടെ നിയന്ത്രണം എല്ലായ്പ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതുകൊണ്ടാണ് മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ ഇരുന്നപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് കുറെ പ്രശ്നമൊക്കെ ഉണ്ടായി. ഇവിടെ രാജേഷ് എന്ന് പറയുന്ന മേയർ പറയാണ് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ സേവന സന്നദ്ധരായി നിൽക്കുന്ന ആയിരക്കണക്കിന് ഡോക്ടർമാരും നഴ്സുമാരും അറ്റൻഡർമാരും എന്ന തസ്തിയിലുള്ള നിരവധി ആൾക്കാരുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തും പുറത്തു നിന്ന് ഒരു ഫോൺ കോളിന്റെ ബലത്തിൽ ഇവിടേക്ക് എത്താൻ തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാം ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നത് അല്ലെങ്കിൽ ലഘുഭക്ഷണം കൊടുക്കുന്നത്, ബാക്കിയുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആരാണ്? സേവന സന്നദ്ധരായ ഒരു കൂട്ടം പ്രവർത്തകർ. അതിൽ CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് RSSന്റെ കയ്യിലാണ്. RSS നിയന്ത്രിക്കും, ബാക്കിയുള്ളവർ ചെയ്യും. അപ്പോൾ ഓരോ വീട്ടിലെയും പുരുഷന്മാർ സഹായ സന്നദ്ധരായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്തേക്ക് പുറത്തുനിന്നുള്ള പുരുഷന്മാർക്ക് ചെല്ലാൻ പറ്റില്ല. ബസ്സുകളിലും മറ്റും ചെല്ലുന്ന ഒരാളുടെ അവിടെ ഇറക്കിയിട്ട് വണ്ടി മാറ്റിക്കൊണ്ട് പോകാം. ഞാൻ കുറേ നാൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ഒരാളായിട്ട് ഞാനിത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു മേഖലയിലേക്ക് BJP കടന്നു കയറിയാൽ അല്ലെങ്കിൽ RSS കയറിയാൽ പിന്നീട് CPM ഒരിക്കലും ആ കോർപ്പറേഷന് നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം ഈ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ക്ലീൻ ചെയ്യും. ഇത് RSS എത്രയോ കാലമായിട്ട് അവരുടെ സമ്മേളന വേദികളിൽ, BJP എത്രയോ കാലമായി അവരുടെ സമ്മേളന വേദികൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് സമാനമായിട്ട് ആരോഗ്യരംഗത്തെ ഡോക്ടർമാരെയും അതുപോലെ പ്രവർത്തകരെയും വെച്ചുകൊണ്ട് CPM ഒരു വെല്ലുവിളി നടത്താനായിട്ട് ശ്രമിച്ചാൽ തിരിച്ചടി അല്ലെങ്കിൽ പ്രത്യാഘാതം എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. കാരണം ഈ മേഖലയിലൊക്കെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സംഘടന CPM-നെ അനുകൂലിക്കുന്നവരാ. അവർ ഇത്തരം ഒരു നിലപാടെടുത്തോടുകൂടി ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഒരു പ്രശ്നം അത് ഞങ്ങൾ ഇപ്പോൾ തീർത്തു തരാം എന്നുള്ള വെല്ലുവിളിയൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള ഒരു കോർപ്പറേഷൻ. തിരുവനന്തപുരം എന്ന് പറയുന്നത് കോർപ്പറേഷനാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു ആധുനിക പഞ്ചായത്ത് അല്ലെ ആധുനിക ഗ്രാമം അങ്ങനെ തിരുവനന്തപുരത്തെ പറയാൻ പറ്റൂ. എവിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നഗരം എന്ന് പറയുന്നത്? ഈ സെക്രട്ടേറിയറ്റും പരിസരവും. ഇനി അങ്ങോട്ടേക്ക് പോയാൽ വട്ടിയൂർക്കാവ് വരെ, ഇപ്പുറത്തേക്ക് പോയാൽ കരമന വരെ, അതിൻ്റെ ഇപ്പുറത്തേക്ക് പോയാൽ ആറ്റുകാൽ പൊങ്കാലയൊക്കെ നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ, അതിനപ്പുറത്തേക്ക് തികച്ചും ഗ്രാമീണ മേഖലയാണ്. ആ ഗ്രാമീണ മേഖലയിലുള്ള സേവന സന്നദ്ധരായ ആളുകളും ഒപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സേവനം മാത്രം ചെയ്യാൻ സന്നദ്ധതയുള്ള വിവിധ പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഇറങ്ങി വന്നാൽ ഈ KGMOയും ആരോഗ്യ മേഖലയിലെ സംഘടനകളും ഒക്കെ പൊളിഞ്ഞു പോകും. അങ്ങനെ പൊളിഞ്ഞു പോയാൽ RSSനും BJPക്കും വലിയ മൈലേജ് ഉണ്ടാകും. അതുകൊണ്ട് ബുദ്ധിയുള്ള CPM, ബുദ്ധിയുള്ള ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിട്ട് KGMOയെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അനുവദിച്ചാൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ അന്ത്യം ഈ ആറ്റുകാലിൽ നിന്ന് കുറിച്ചു തുടങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം ഈ സിനിജി സാർ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തുകാരിയാണ് ഞാൻ ആറ്റുകാൽ അമ്മയുടെ മണ്ണിൽ ജനിച്ചു വളർന്നതിന്റെ ഒരു വലിയ ഭാഗ്യം കൂടി എനിക്കുണ്ട്. പക്ഷേ ഈ RSSന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഇപ്പൊ മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയം ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും മെമ്പർഷിപ്പും രജിസ്ട്രേഷനും ഒന്നും ഇല്ലാത്ത സംഘടനയെ വിശ്വസിച്ച് ഓർമ്മ വച്ച നാള് മുതൽ ഇതുവരെ അതിൽ ആ ഒരു സംഘടനയിൽ നിന്ന് മനസ്സൊരു ഇഞ്ച് പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സംഘടനയുടെ പേര് പല മാധ്യമ സ്ഥാപനങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ വളരെ ധൈര്യപൂർവ്വം RSSനെ വിശ്വസിക്കുന്ന, ആ സംഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നതിലൂടെ ഒരുപാട് നഷ്ടങ്ങൾ മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ആ സംഘടനയെ ഇന്ന് നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ പറയുന്നു, എവിടെ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും RSS എന്ന് പറയുന്ന സംഘടന അത് വർഗീയമാണ്, അതാണ് ഇതാണെന്നൊക്കെ എന്തൊക്കെ ലൊക്കിലൊടുക്ക് ന്യായങ്ങൾ ആര് പറഞ്ഞാലും അത് മുന്നിട്ടിറങ്ങിയാൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവരോടൊക്കെ ജനങ്ങൾ പറയുന്നത് പോലെ പോയി പണി നോക്കടാ, മുന്നിൽ RSS ഉണ്ടെങ്കിൽ ഞങ്ങളും പിന്നിലുണ്ട് എന്ന് ഒന്നടങ്കം ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. അതിലേക്ക് KGMO പോവില്ല എന്ന് തന്നെയാണ് സിരിജി പറയുന്നത് പോലെ എനിക്കും തോന്നുന്നത്. അത്തരത്തിലൊരു ബുദ്ധിയില്ലായ്മ കാണിക്കാൻ CPM ഒരുങ്ങില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.